ദ ജേർണലിസ്റ്റിലേക്ക് അമേരിക്ക ഇറാനിലേക്ക് നടത്തിയ ആക്രമണം സത്യം പറഞ്ഞാൽ ഇസ്രായേലിന്റെ കഴിവുകേടാണ് വ്യക്തമാക്കുന്നത്. ഇറാനോട് മുട്ടി ജയിക്കാൻ കഴിയില്ല എന്ന് ഇസ്രായേലിന് വ്യക്തമായിടത്താണ് ഒരു രക്ഷകരെ പോലെ അമേരിക്ക പറന്നിറങ്ങുന്നത്. എന്നാൽ അമേരിക്ക പറന്നിറങ്ങിയിട്ടും ഇസ്രായേലിനെതിരായ ഭീഷണികൾ അവസാനിക്കുന്നില്ല എന്ന് ഇറാൻ അമേരിക്കൻ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇസ്രായേലിലേക്ക് നടത്തിയ കനത്ത മാരക ആക്രമണത്തിലൂടെ ലോകത്തിന് വെളിപ്പെട്ടു. ഇതാ അടുത്ത അപ്ഡേറ്റ് വരുന്നു ഇറാനിൽ നിന്ന്. ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിച്ചു എന്ന അമേരിക്കയുടെ വാദത്തിൽ ചില പിഴവുകളുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിലാണ് ഈ വിവരങ്ങൾ പുറത്തു വരുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനം ഫോർദോ ആണവ നിലയം എന്ന് പറയുന്ന ഇറാന്റെ ഭൂമിക്കടിയിലുള്ള ആണവ നിലയത്തിന് ഒരു പോറൽ പോലും ഏൽപ്പിക്കാനോ ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലൊരു തടസ്സം സൃഷ്ടിക്കാനോ അമേരിക്കൻ ആക്രമണത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് സൂചിപ്പിക്കുന്ന വിവരങ്ങളാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എക്സിൽ നടത്തിയ ഒരു അഭിപ്രായ പ്രകടനം കാണാം. We have completed our very successful attack on the 3 nuclear sites in Iran, including Fordo, Natanz and Isfahan. All planes are now outside of Iran airspace. A full payload of bombs was dropped on the primary site, Fordo. All planes are safely on their way home. Congratulations to our great American warriors. There is not another military in the world that could have done this. Now is the time for peace. താങ്ക് യു ഫോർ യുവർ അറ്റൻഷൻ ടു ദിസ് മാറ്റർ എന്നാണ് ഡൊണാൾഡ് ജെ ട്രംപ് എന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ എക്സ് പോസ്റ്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു